ഷിജോ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഷിജോ, രാഹുലിനെ പത്തനംതിട്ടയിൽ എത്തിച്ചു എന്നാണോ? ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ അന്വേഷണ സംഘം രാഹുലുമായിട്ട് ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. ജില്ലയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ രാഹുൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ തന്നെ ലഭിക്കുന്നത്. ഈ കേസ് പരാതി ലഭിച്ചു, പരാതി രജിസ്റ്റർ ചെയ്യുന്നു, കേസ് എടുക്കുന്നതിന് പിന്നാലെ തന്നെ രാഹുലിനെ കൃത്യമായിട്ട് അന്വേഷണ സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒരു തരത്തിലും ഒളിവിൽ പോകാനോ രക്ഷപ്പെടാനോ കഴിയാത്ത വിധം രാഹുലിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഉടൻ തന്നെ വളരെ വേഗം ഈ ക്രൈം നടന്ന പത്തനംതിട്ട ജില്ലയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം പരാതിക്കാരി പത്തനംതിട്ട സ്വദേശിയാണ്. പത്തനംതിട്ട പോലീസിനാണ് ആദ്യം പരാതി ലഭിക്കുന്നത്. ആ പരാതി പിന്നീട് ക്രൈംബ്രാഞ്ച് കൈമാറുകയായിരുന്നു. അപ്പോൾ ക്രൈം നടന്ന സ്പോട്ടിലുള്ള ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്കാണ് രാഹുലിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. രാഹുലുമായിട്ടുള്ള അന്വേഷണ സംഘം നിലവിൽ പത്തനംതിട്ട AR ക്യാമ്പിൽ ഉണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇപ്പോൾ പോലീസ് രാവിലെ ആകുന്നതോടുകൂടി രാഹുലിനെ വിശദമായിട്ട് വീണ്ടും ചോദ്യം ചെയ്യും. അതിനുശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാഹുലിനെ വളരെ വിശദമായിട്ട് ഇന്ററോഗേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടന്നു വരികയാണ്. പുലർച്ചയോടുകൂടിയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് രാഹുലുമായിട്ട് അന്വേഷണ സംഘം പാലക്കാട് നിന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ഇതിനകത്ത് വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യുക. പരാതിക്കാരി പറഞ്ഞിട്ടുള്ളതുപോലെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മറ്റ് ആദ്യ 2 കേസിലും കോടതി രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നീട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കോടതി നടപടികളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പോലീസ് വളരെ വേഗം ആക്ഷൻ എടുക്കുകയായിരുന്നു. നേരത്തെ ഉണ്ടായിട്ടുള്ള 2 പരാതികളിലും സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. ആ പരാതികളിൽ പറയുന്ന അതേ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ തന്നെ ഈ 3ാമത്തെ പരാതിയിലും പരാതിക്കാരി ഉന്നയിക്കുന്നുണ്ട്. ഗർഭചിത്രവും ഭീഷണിപ്പെടുത്തലും വിശ്വാസവഞ്ചനയും അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് അടക്കം ഇതിനകത്തും ഈ 3ാമത്തെ ഉയർന്നു വന്ന പരാതിയിലുമുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി പോലീസിനെ ഇനി അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ക്രൈം നടന്ന സ്പോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റു നടപടികൾ എന്ന് പറയുന്നത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എത്രമാത്രം വസ്തുതയുണ്ട്, അതിന്റെ അടിസ്ഥാനം എന്തൊക്കെയാണ്, അതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. ഇപ്പോൾ അരുൺരാജ് വിവരങ്ങൾ നൽകുന്നത് ഇങ്ങനെയാണ്. പരാതിക്കാരിയുടെ മൊഴിയെടുത്തു എന്നുള്ള വിവരം അരുൺരാജ് അറിയിക്കുന്നുണ്ട്. രഹസ്യമൊഴി എടുക്കാൻ SIT വെള്ളിയാഴ്ച കോടതിയെ സമീപിച്ചു, അപേക്ഷ നൽകി. അങ്ങനെ പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ പരാതിക്കാരിയുടെ മൊഴി ഇതിനോടകം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുകയാണ്. ഇതിനായി വെള്ളിയാഴ്ച തന്നെ SIT കോടതിയെ സമീപിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുള്ള അപേക്ഷയും നൽകിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? ഉന്മേഷം ലഭിക്കുന്ന വിവരം അതീവ ഗൗരവകരമാണ്. കാരണം ഈ പരാതിക്കാരി അന്വേഷണത്തോട് സഹകരിക്കാമെന്ന് അന്വേഷണ സംഘത്തിന് ഉറപ്പ് നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥ ജി പൂങ്കുഴലിയുടെ നേരിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പരാതിക്കാരി നൽകുകയായിരുന്നു. താൻ അന്വേഷണവുമായി സഹകരിക്കാം, പക്ഷെ തന്റെ ഐഡന്റിറ്റി പുറത്തു വരരുത്. പത്തനംതിട്ടയിലും പാലക്കാടുമായിട്ടാണ് ഈ ക്രൈം നടന്നിട്ടുള്ളത്. ഈ ക്രൈമിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി ഈ യുവതി ഈ പരാതിക്കാരി ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മുമ്പാകെ. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഈ യുവതിയുടെ മൊഴി രഹസ്യമായി രേഖപ്പെടുത്തുന്നതിന് കോടതിക്ക് മുമ്പാകെ രേഖപ്പെടുത്തുന്നതിന് അപേക്ഷയും വെള്ളിയാഴ്ച തന്നെ അന്വേഷണ സംഘം കൈമാറിയിട്ടുണ്ട്. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് മേധാവിയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നീക്കിയിട്ടുള്ളത്. ഈ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൂടി അറിവോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട നീക്കം ഈ SITയുടെ ഭാഗത്തുനിന്ന് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ലഭിക്കുന്ന വിവരമനുസരിച്ച് അതീവ ഗൗരവകരമാണ്. ഇതുവരെ ലഭിച്ച 2 പരാതിയേക്കാൾ കൂടുതൽ തെളിവുകൾ, കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങൾ അടക്കം അന്വേഷണ സംഘത്തിന് മുമ്പാകെ ലഭിച്ചിട്ടുണ്ട്. ഈ പരാതിക്കാരി തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പരാതികൾ മുമ്പ് പുറത്തു വന്നപ്പോൾ ആ ഇരകളുടെ അനുഭവം തനിക്ക് ഉണ്ടാകരുത്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് പോകരുത്, തന്റെ ഐഡന്റിറ്റി പുറത്തേക്ക് പോകരുത്, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി സഹകരിക്കാൻ താൻ തയ്യാറാണ് എന്നുകൂടി ഈ പരാതിക്കാരി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്, അരുൺരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പരാതിക്കാരി തന്നെ ഇക്കാര്യത്തിൽ അതീവ ഗൗരവ സ്വഭാവമുള്ള തെളിവുകൾ പോലീസ് സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അരുൺരാജ് അറിയിക്കുന്നത്. പ്രധാനപ്പെട്ട തെളിവുകളാണ്. പരാതിക്കാരുടെ മൊഴി നേരത്തെ തന്നെ പോലീസ് സംഘം രേഖപ്പെടുത്തിയിരുന്നു. രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കത്തിലേക്കും ഇതിനോടകം കടന്നിട്ടുണ്ട് പോലീസ് സംഘം. SIT വെള്ളിയാഴ്ച കോടതിയിൽ അപേക്ഷ നൽകി എന്നാണ് അരുൺരാജ് ഇപ്പോൾ അറിയിക്കുന്നത്. അരുൺ, ഈ നിലവിൽ ഇപ്പോൾ ഈ പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലാണോ, പോലീസ് ക്യാമ്പിലാണോ, അങ്ങനെ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ?
ചുമതല അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പത്തനംതിട്ടയിൽ കൂടി ക്രൈം നടന്നതാണ്. അതിന്റെ പത്തനംതിട്ട ഈ ഡിവൈഎസ്പി, അതായത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട റോളുണ്ട്. അദ്ദേഹമാണ് ഈ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കിയത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അന്വേഷണ സംഘം ഈ കേസിന്റെ 70% തെളിവുകളും അതുമായി ബന്ധപ്പെട്ട ഡേറ്റകളും ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ ഇത്രയധികം തെളിവുകൾ തങ്ങളുടെ പക്കൽ ലഭിച്ച ശേഷമാണ് ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് തങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൽ കൃത്യമായി തന്നെ വിവരങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാൻ, മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് പോകാതിരിക്കാൻ കൃത്യമായ നിർദ്ദേശം നൽകി. കാരണം ഈ പത്തനംതിട്ടയിൽ ഒരു കേസ് അത് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ പരിധിയിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ലോക്കൽ പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം. അതാണ് നടപടിക്രമം. പക്ഷേ നടപടിക്രമം പൂർത്തിയാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാനുള്ള കരുതൽ, ഒരു ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം നിലവിൽ പോലീസ് പറയുന്നത് സിഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എഫ്ഐആർ അപ്പോൾ തന്നെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. അത് എഫ്ഐആർ ട്രാൻസ്ഫർ ചെയ്തതിന് പിന്നാലെ, കേസ് ട്രാൻസ്ഫർ ചെയ്തതിന് പിന്നാലെ പത്തനംതിട്ട ഡിവൈഎസ്പി, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു. ഈ യുവതിയെ നേരിട്ടെത്തി അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട ചില ഉറപ്പുകൾ നൽകി. ഒരു കാരണവശാലും ഐഡന്റിറ്റി പുറത്തു വരില്ല, ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെ ഒരു വിമർശനം ഉണ്ടാകില്ല, ഏതെങ്കിലും തരത്തിൽ അവരെ പൊതുമധ്യത്തിൽ കൊണ്ടുവരുന്ന രീതി ഉണ്ടാകില്ല. ഇത്രയും ലഭിച്ച ശേഷമാണ് അന്വേഷണവുമായി താൻ സഹകരിക്കാം എന്ന കാര്യം ഈ പരാതിക്കാരി അന്വേഷണ സംഘത്തെ അറിയിച്ചത്. ഈ അറിയിച്ചപ്പോൾ തന്നെ പക്ഷെ ഈ നമ്മളോട് സംസാരിച്ച ചില ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്രയധികം തെളിവുകൾ ഈ പരാതിക്കാരി സൂക്ഷിച്ചിരുന്നു എന്ന് തങ്ങൾക്കറിയില്ലായിരുന്നു. ഈ പരാതി, ഇമെയിൽ ലഭിച്ച പരാതിയിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, ഏത് ദിവസമാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, തന്റെ ജീവിതത്തിൽ രാഹുലുമായിട്ടുണ്ടായ സംഭവങ്ങൾ അത് അക്കമിട്ട് നിരത്തിയാണ് യുവതി പരാതി നൽകിയത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ കേസന്വേഷണത്തിന്റെ ഇക്കട്ടത്തിൽ നമുക്ക് ഒരു മാധ്യമത്തിലൂടെ പറയാൻ കഴിയില്ല. കാരണം അത് ഈ അന്വേഷണത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇതിൽ കൂടുതൽ ഒരു വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ വളരെ ഗ്രേവ് കൂടിയ ഒരു ക്രൈം നടന്നു എന്നുള്ളതാണ്. ഈ തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് കൈമാറിയതിന് പിന്നാലെയാണ് യുവതിയെ ആദ്യഘട്ടത്തിൽ ഈ രഹസ്യമൊഴി എടുക്കാൻ വേണ്ടി അന്വേഷണ സംഘം അപേക്ഷ നൽകിയത്. ഇതിന് പിന്നാലെ യുവതിയുടെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഈ മൊഴിയിലും ഈ തെളിവുകളും രാഹുലിന് പൂർണ്ണമായും എതിരാണ്, ഇതുവരെ ലഭിച്ച പരാതികളെക്കാൾ കൂടുതൽ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം കസ്റ്റഡി എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് നിലവിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.